أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. എൽമിന്റെ മജ്ലിസിലെ ഈ സമയം നാളെ പരലോകത്ത് അല്ലാഹു പ്രതിഫലം നൽകുന്ന അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, ഹദീസിനെ കുറിച്ച്, നമ്മുടെ ആദർശത്തെക്കുറിച്ച്, മൻഹജിനെ കുറിച്ച്, നിലപാടിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുവാനും ദഅവത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇത്തിബാഉൽ ഹഖ്, സത്യത്തെ പിൻപറ്റുക എന്ന വിഷയ സംബന്ധമായിക്കൊണ്ട് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സലഫികളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒട്ടനവധി വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല നിരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് മുസ്ലിം ലോകം, പ്രത്യേകിച്ചും സലഫികൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് തീവ്രവാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സലഫികളെ വിമർശിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അതല്ലാത്ത രൂപത്തിലുള്ള വിമർശനങ്ങളും. സലഫികൾ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ എല്ലാ കാര്യത്തിലും ഇഖ്തിലാഫാണ്, അഭിപ്രായ വ്യത്യാസമാണ്. പല നാട്ടിലുമുള്ള സലഫികൾക്ക് വ്യത്യസ്തമായ ആശയങ്ങളാണ്, ആദർശങ്ങളാണ്. ഒരു തരത്തിലുള്ള ഐക്യവും സലഫികൾക്കിടയിലില്ല. ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ വേറെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി പഠിക്കുകയും വിഷയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. മറിച്ച് ഇങ്ങനെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും, പ്രതിസന്ധികളാണെങ്കിലും, വെല്ലുവിളികളാണെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം എന്താണോ, ആശയം എന്താണോ, അത് മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ആരുടെ മുന്നിലും തുറന്നു പറയുകയും ചെയ്യുക എന്നുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അഹ്ലുസുന്നയുടെ ആദർശം പ്രബോധനം ചെയ്ത ഇമാമിങ്ങൾ, അതല്ലെങ്കിൽ ഇതിന്റെ ഒന്നാമത്തെ തലമുറയായ പ്രവാചകന്മാർ, സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകൾ, അഹ്ലുസുന്നയുടെ മറ്റുള്ള പണ്ഡിതന്മാർ, ഇവരെല്ലാവരും ഈ രൂപത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് രൂപത്തിലുള്ള വെല്ലുവിളികളാണെങ്കിലും അഹ്ലുസുന്നയുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാനും ശത്രുക്കളുടെ വെല്ലുവിളികളെ പ്രമാണബദ്ധമായി നേരിടാനും
അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെ പഠിപ്പിച്ചത് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ളത് തന്നെയാണ്. പീഡനങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടി. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് ഖുർആൻ ഓതിക്കൊടുത്തു. പ്രയാസങ്ങളുണ്ടായി, വല്ലാത്ത വിഷമമുണ്ടായി. ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് പ്രവാചകനെയും കൊണ്ട് ചെന്നു. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതാണ് സംഭവം, ഇതൊക്കെയാണ് നടന്നത്. ആ സന്ദർഭത്തിൽ വറഖത്ത് ഇബ്നു നൗഫൽ വിശദീകരിക്കുന്ന ആ ഭാഗം പല ക്ലാസുകളിലൂടെ നമ്മൾ കേട്ടതാണ്. അതിൽ അദ്ദേഹം ആ അവസാന ഭാഗത്ത് പറയുന്ന ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഇത ബിഹി ഇല്ലാ ഊദിയ. ഏതെല്ലാം ആളുകൾ ഇതുപോലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടോ, ഇതുപോലുള്ള ആദർശവുമായി ലോകത്തിലേക്ക് വന്നിട്ടുണ്ടോ, ഇല്ല ഊദിയ, അവരൊന്നും തന്നെ പീഡിപ്പിക്കപ്പെടാതിരുന്നിട്ടില്ല എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതാണ്, ഇതുപോലുള്ളത് ആര് ഈ കൊണ്ടുവന്നിട്ടുണ്ടോ, ആര് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഈ ആദർശം, അവരെല്ലാവരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവരെല്ലാവരും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വറഖത്ത് ഇബ്നു നൗഫൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല അഹ്ലുസുന്നത്തിന്റെ ആദർശം പ്രബോധനം ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വേറെയും ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ അദ്ദേഹം ഒരു ബാബ് കൊടുക്കുന്നുണ്ട്. എന്താണ് ആ ബാബിൽ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ഏറ്റവും കഠിനമായി പീഡിപ്പിക്കപ്പെട്ടത്, ഏറ്റവും കഠിനമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് പ്രവാചകന്മാർക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ ഒരു സ്വഭാവമാണ്. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നീട് അതുപോലെയുള്ള ആളുകൾക്ക് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവര് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അവർ മനുഷ്യന്റെ ഈമാനിനനുസരിച്ച്, ആദർശത്തിനനുസരിച്ച്, അവൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്കനുസരിച്ച്, സത്യം പറയുന്നതിനനുസരിച്ച് പീഡനങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത് സംബന്ധമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ അത്തരത്തിലുള്ള ആയത്തുകളെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദാഹരണമായി സൂറത്തുൽ ബഖറ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്ത് നമ്മളെല്ലാവരും കാണാതെ പഠിച്ചിട്ടുള്ള, ഹിഫ്ളാക്കിയിട്ടുള്ള ഒരു വചനം. അമഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅ്സാഉ വൽ-ളറ വസുൽസിലു ഹത്താ യഖൂല അർ-റസൂലു വല്ലദീന ആമനൂ മഅഹ് മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ് എന്ന ആയത്തിന്റെ അർത്ഥം പല തവണ നമ്മൾ വിശദീകരിച്ചതാണ്. അള്ളാഹുവിന്റെ ചോദ്യമാണ്. പീഡനങ്ങൾ കൊണ്ട് പൊറുതുമുട്ടിയ സ്വഹാബികൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പരാതിയും സങ്കടവും ബോധിപ്പിച്ച സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. നിങ്ങളുടെ മുൻഗാമികൾ, ഈ ആദർശം സ്വീകരിച്ച ആളുകൾ, അഹ്ലുസുന്നയുടെ മാർഗം അനുസരിച്ച് ജീവിച്ച ആളുകൾ, നിങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയവർ, നിങ്ങളുടെ മുൻഗാമികൾ, നിങ്ങളുടെ സലഫുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശം പ്രബോധനം ചെയ്യുക എന്നുള്ളത് അവർക്ക് ഒട്ടും സുഖമുള്ള കാര്യമായിരുന്നില്ല. അവർക്ക് പ്രയാസങ്ങളുണ്ടായി, പീഡനങ്ങളുണ്ടായി, വെല്ലുവിളികളുണ്ടായി. അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് എന്ന് ചോദിക്കാവുന്നിടത്തോളം അവര്
വിറപ്പിക്കപ്പെടുകയുണ്ടായി എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് എന്തായിരിക്കണം? നമ്മുടെ നിലപാട് എന്ത് തന്നെ വെല്ലുവിളികൾ നേരിട്ടാലും ഈ ആദർശ പ്രബോധനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വിഷയങ്ങൾ പഠിക്കണം, ഇൽമു നേടണം, മതപരമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. എന്നിട്ട് അള്ളാഹുവിന്റെ ദഅവത്ത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ആദർശം പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ ആരെയും പേടിക്കാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക, സത്യത്തിന്റെ കൂടെ നിൽക്കുക, സത്യം തുറന്നു പറയുക, ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ സൂറത്ത് അഹ്സാബിലൂടെ, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദാ വഖഫാ ബില്ലാഹി. അള്ളാഹുവിന്റെ ഈ ആദർശം എത്തിച്ചു കൊടുക്കുന്ന സംബന്ധിച്ചിടത്തോളം അവര് ഭയപ്പെടുന്നത് അള്ളാഹുവിനെയാണ്. അവർ അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത്. അള്ളാഹുവിനെയാണ് അവര് ഭയപ്പെടുന്നത്. ലോകത്ത് മറ്റൊരു സൃഷ്ടിയെയും മറ്റൊരു മഖ്ലൂക്കിനെയും ഈ സത്യം തുറന്നു പറയുന്ന കാര്യത്തിൽ അവര് ഭയപ്പെടുന്നില്ല. കാരണം അവർക്ക് വക്കീലായിട്ട് അള്ളാഹു ഉണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. മാത്രമല്ല സൂറത്ത് അഹ്ഖാഫിലെ 13-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു വീണ്ടും ഈ കാര്യം പറഞ്ഞു. നിങ്ങൾ അഹ്ലുസുന്നയുടെ ആദർശത്തിൽ, ഇസ്ലാമിന്റെ പരിശുദ്ധമായ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്? അവര് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവരാണ്. അത് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ആ ദഅവത്ത് അവർ ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല, സുമ്മസ്തഖാമു, അതിലവർ അടിയുറച്ചു നിലകൊള്ളുന്നു, അതിലവർ ഉജ്ജ്വലമായി യാതൊരുവിധ പ്രതിസന്ധികളെയും അവർ വകവെക്കാതെ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഈ സലഫി ലോകം ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇത്തരത്തിലുള്ള ഖുർആനിന്റെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും ഒരു സത്യവിശ്വാസിക്ക് പാഠമാകണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിക്കുക. ഏതെല്ലാം കാലഘട്ടത്തിൽ ഈ ആദർശം തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ, വെല്ലുവിളികൾ ഉണ്ടായിട്ടില്ലേ? പക്ഷെ അതൊന്നും അഹ്ലുസുന്നയുടെ ആദർശം വലിച്ചെറിഞ്ഞിട്ട് പോകാൻ അവരെ പ്രേരിപ്പിച്ചിട്ടില്ല. ആരൊക്കെ തന്നെ എതിർത്താലും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പലതും നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. ഈ ചരിത്രമെല്ലാം നമുക്ക് ആവേശമാകണം, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. പ്രത്യേകിച്ചും ദഅവത്ത് രംഗത്ത് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുണ്ട്. നിങ്ങൾ നോക്കൂ ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാർ ഈ ആദർശം തുറന്നു പറഞ്ഞപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളും പ്രയാസങ്ങളും വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിലൂടെ, ഖുർആനിലെ വിശദീകരണമായ സുന്നത്തിലൂടെ അത് നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഒടുവിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നേരിട്ടത് മുശ്രിക്കുകളുടെ കടുത്ത വെല്ലുവിളികൾ നേരിട്ടു. മക്കയിൽ നിന്ന് 13 കൊല്ലക്കാലത്തെ പ്രബോധനത്തിന് ശേഷം മദീനയിലേക്ക് 10 കൊല്ലം, ആ നീണ്ട 23 കൊല്ലത്തിനിടയ്ക്ക് മക്കയിൽ 10 കൊല്ലത്തിനിടയിൽ ഇസ്ലാമിക സമൂഹം നേരിട്ടത് ഒരു തരത്തിലുള്ള ആളുകളെയല്ല, പല കോലത്തിലുള്ള ആളുകളെ, പല ആദർശത്തിലുള്ള ആളുകളെ. ജൂതന്മാര്, അവരിൽപ്പെട്ട പല ഗോത്രങ്ങള്, ക്രിസ്ത്യാനികള്, അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളായ ആളുകള്, മക്കാ മുശ്രിക്കുകള്, മക്കയിലില്ലാത്ത കപടവിശ്വാസികള്, മുനാഫിക്കീകള്, ഇവരിൽ നിന്നൊക്കെ ഇസ്ലാം നേരിട്ട പീഡനങ്ങളെക്കുറിച്ച്, പ്രതിസന്ധിയെക്കുറിച്ച്, വെല്ലുവിളികളെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതിന്റെ സന്ദർഭങ്ങളും പശ്ചാത്തലങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്രത്തോളം കടുത്ത വെല്ലുവിളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്നത്, സ്വഹാബികൾക്ക് നേരിടേണ്ടി വന്നത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, സ്വഹാബികൾ മരണപ്പെട്ടു പോകുന്നതിന്റെ മുമ്പ് തന്നെ ഈ പീഡനങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. ഫിത്നകൾ
ഒരുപാട് സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. ഈ ചരിത്രം പറയുമ്പോൾ, ഈ ചരിത്രം ഓർമ്മിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ വെറും ചരിത്രമല്ല. ആദർശ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രം നമുക്ക് പാഠമാകണം, ആവേശമാകണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ വെല്ലുവിളി നേരിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒളിച്ചോടിയോ? അദ്ദേഹം ഒളിച്ചോടിയില്ല. അദ്ദേഹം പൊരുതി, ശത്രുക്കളോട് പൊരുതി. അദ്ദേഹം ഭരണാധികാരിയായിരുന്നതുകൊണ്ട് തന്നെ സായുധമായി നേരിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സന്ദർഭത്തിൽ രിദ്ദത്തിന്റെ സംഭവം ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായൊരു സംഭവമായിരുന്നു. ആ ഒരു സംഭവം, ആ ഒരു രംഗം ഞാനത് വിശദീകരിക്കുന്നില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും അതിനെ ചോദ്യം ചെയ്തു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, സകാത്ത് കൊടുക്കാത്ത ആളുകളോട് യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത്, എങ്ങനെ യുദ്ധം ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരോട്. ആ സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആദർശമാണ് വലുത്, ഇതിന്റെ നിലപാടുകളാണ് പ്രധാനം, അത് നിലനിൽക്കുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹുവിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. പ്രമാണബദ്ധമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു. എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരോട് യുദ്ധം ചെയ്തു. മതം മാറിയ കള്ളപ്രവാചകന്മാരോട് അദ്ദേഹം യുദ്ധം ചെയ്തു. ഇതെല്ലാം ചരിത്രത്തിൽ നമ്മൾ കേട്ടുപിടിച്ചതാണ്. ഞാൻ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെല്ലുവിളികളെ അതിജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല. ദഅവത്ത് രംഗത്ത് നിന്ന് അദ്ദേഹം മാറി നിന്നിട്ടില്ല. പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ മുസ്ലിങ്ങളെ നയിക്കുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന രൂപം കൊള്ളുന്ന ഒരു സന്ദർഭമായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. അദ്ദേഹം കൊല്ലപ്പെടുന്നതും അതേ രീതിയിൽ തന്നെയാണ്. ഒരു മജൂസിയായ ഒരു അടിമയുടെ കുത്തുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അതിന്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇസ്ലാമിലെ ശത്രുക്കളെ അതിശക്തമായി തന്നെ അദ്ദേഹം നേരിട്ടു. പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ചവരെ, മനഹജിന് വിരുദ്ധമായ ആശയങ്ങൾ ഉന്നയിച്ച ആളുകൾ അന്നും ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അദ്ദേഹം അവരെ നേരിട്ട ചരിത്രം നമ്മൾ വായിച്ചതാണ്, പഠിച്ചതാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും നമുക്കറിയാം, പ്രതിസന്ധികൾ മൂർച്ഛിച്ച, ഫിത്നകൾ കൂടുതൽ രൂപം കൊണ്ട ഒരു കാലഘട്ടമായിരുന്നു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഒടുവിൽ ഈ പ്രശ്നങ്ങളും ഫിത്നകളും അദ്ദേഹത്തെ തടവിലാക്കപ്പെടുന്നു. അദ്ദേഹം ക്രൂരമായി വധിക്കപ്പെടുന്നു. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത പുള്ളി. അദ്ദേഹം പറഞ്ഞു, എന്റെ ദീൻ ഇത് ആദർശമാണ്, അള്ളാഹുവിന്റെ റസൂല് എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തോട് പലരും പറഞ്ഞു മാറി നിൽക്കാൻ, ഫിത്നകളിൽ നിന്ന് മാറി നിൽക്കാൻ. അവിടെ ജൂതന്മാര് കളിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? അദ്ദേഹം ഒളിച്ചോടിയില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അവർക്ക് മറുപടി കൊടുത്തു. ഞാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പ്രമാണബദ്ധമാണ് എന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒടുവിൽ അദ്ദേഹം വധിക്കപ്പെടുകയാണ് വളരെ ക്രൂരമായിട്ട്. ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായിരുന്നു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവും അത് സംബന്ധമായ കാര്യങ്ങളും നമ്മളത് പഠിക്കേണ്ടതുണ്ട് വിശദമായിട്ട്. പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായതോടുകൂടി പ്രശ്നങ്ങൾ ഒന്നുകൂടി രൂക്ഷമായി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായ ഒരു പ്രത്യേകമായ ഒരു സംഗതി ഉണ്ടായത്, അതുവരെ മുസ്ലിങ്ങൾ ഒരേ മൻഹജിലും ഒരേ ഉസൂലിലും ഒരേ അഖീദയിലുമായിരുന്നു. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മൻഹജിന് വിരുദ്ധമായ ചില ചിന്താഗതികൾ ഉടലെടുത്തു. ചില ചിന്താഗതികൾ അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ രൂപം കൊണ്ടു. പ്രത്യേകമായൊരു തരം ചിന്താഗതി. അത് കൂടുതലൊരു മൂർത്തരൂപം പ്രാപിച്ചത് സിഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അതിന്റെ മുമ്പ് ജമൽ യുദ്ധമുണ്ട്, ജൂതന്മാരുടെ കള്ളക്കളികളുണ്ട്, അവരുടെ ഗൂഢതന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ഇത് സംബന്ധമായി വേറെ നമ്മൾ കൂടുതലായി പഠിക്കേണ്ടതാണ്. ഇവിടെ സിഫീൻ യുദ്ധം നടന്നു. ഈ സിഫീൻ യുദ്ധത്തിനോടനുബന്ധിച്ച് ഒരു പുതിയ ചിന്താധാര, ഒരു വ്യതിയാന കക്ഷി ഉണ്ടായിത്തീരുകയാണ് മുസ്ലിം സമൂഹത്തിൽ. ആരായിരുന്നു? ഖവാരിജികൾ.
ഇത് ഞാൻ പ്രത്യേകമായി പറയാനുള്ള കാരണം, ഈ രൂപത്തിലുള്ള മൻഹജിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ചരിത്രത്തിന് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മുടെ ഇമാമികൾ എന്ത് നിലപാട് സ്വീകരിച്ചു, നമ്മുടെ സ്വഹാബത്ത് എന്ത് നിലപാട് സ്വീകരിച്ചു, അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. സിഫീൻ യുദ്ധം നടന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത്, അലി റളിയല്ലാഹു അൻഹു. ആ സംഭവം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒടുവിൽ മുആവിയ റളിയല്ലാഹു അൻഹു പരാജയത്തിലേക്ക് നീങ്ങും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോ തന്ത്രപരമായി മുആവിയ റളിയല്ലാഹു അൻഹു ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അംർ ഇബ്നുൽ ആസിന്റെ മധ്യസ്ഥതയുടെ അടിസ്ഥാനത്തിൽ. അതേപോലെ തന്നെ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? രണ്ടു ഭാഗത്തു നിന്നും മധ്യസ്ഥന്മാരെ വെക്കുക, അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക. ഖുർആൻ കുന്തത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വാദവുമായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. ഇത് വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഞാൻ അതിന്റെ വിശദമായ രൂപങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. എന്താണെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ പക്ഷത്തിൽ നിന്ന് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇവരുടെ തീരുമാനത്തിന്റെ ഇവരെ മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചു. എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. ഈ ഘട്ടത്തിലാണ് ഒരു പുതിയൊരു ചിന്ത, പുതിയൊരു ഒരു 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 വ്യതിയാനത്തിന്റെ ഒരു ആദർശം അവിടെ കുറച്ചാളുകൾ പറഞ്ഞത്. അവര് പറഞ്ഞു, അല്ലാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല. ലാ ഹുക്മ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല. അതിനവര് ഖുർആനിന്റെ ആയത്ത് ഓതി. ശുദ്ധ ഖുർആനിലെ ഇൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്ത്. എന്താ ആയത്തിന്റെ അർത്ഥം? അല്ലാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല എന്നുള്ള ആയത്ത് ഓതിയിട്ട് അവരെന്ത് പറഞ്ഞു? അവരൊരു പുതിയ ആശയം മുസ്ലിം ലോകത്ത് മുന്നോട്ട് വെക്കുകയാണ്. അവര് പറഞ്ഞു, ഈ ആയത്ത് അവരോധി എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും മധ്യസ്ഥന്മാരായി നിശ്ചയിച്ച നിലപാട്, ഇവരെ മധ്യസ്ഥന്മാരാക്കുന്ന നിലപാട്, ഇവരുടെ വിധി എന്താണോ അത് അംഗീകരിക്കണമെന്നുള്ള നിലപാട് ഇസ്ലാമിനെതിരാണ്, ഖുർആനിനെതിരാണ്, അത് അള്ളാഹു വിധിച്ചതിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ചിന്താധാര കുറച്ച് ആളുകൾ പറഞ്ഞു. ഇവരാണ് ഖവാരിജികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. ഈ ഖവാരിജികളുടെ ചിന്താധാര ഇതായിരുന്നു. ഖുർആനിന്റെ ആയത്തുകളാണ് അവർ ഓതിയത്. ഇങ്ങനെ ഈ ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം ഇവർ മുന്നോട്ട് വെച്ചത് പ്രധാനമായിട്ടും രണ്ട് ആശയങ്ങളായിരുന്നു. പ്രധാനമായും രണ്ട് ആദർശങ്ങൾ ഖവാരിജികൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, അല്ലാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല, പക്ഷേ ഇവിടെ രണ്ടുപേരെ വിധികർത്താക്കളായി നിശ്ചയിച്ചിരിക്കുന്നു. ഇത് ഖുർആനിനെതിരാണ്, ഇത് ഇസ്ലാമിനെതിരാണ്. അതുകൊണ്ട് ഈ തീരുമാനം അംഗീകരിച്ചത് വഴി മുആവിയയും അലി റളിയല്ലാഹു അൻഹുവും രണ്ട് ഭാഗത്തു നിന്നുള്ള സ്വഹാബികളും കാഫിറുകളായി പോയിരിക്കുന്നു എന്നുള്ള ഒരു പുതിയ വാദം. ഇതായിരുന്നു ഖവാരിജികളുടെ ഒന്നാമത്തെ വാദം. ഈ തീരുമാനം അംഗീകരിച്ചത് മൂലം അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ കാഫിറുകളായി തീർന്നിരിക്കുന്നു. സഹാബികളുടെ മേൽ കുഫ്ർ ആരോപിച്ചുകൊണ്ടാണ് ഖവാരിജികളെ രംഗപ്രവേശനം ചെയ്യുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, ലോകത്ത് ആദ്യമായി കുഫ്ർ മുഅ്മിനീങ്ങളുടെ മേൽ ആരോപിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഖവാരിജികളാണ് ഈ കുഫ്രാരോപണമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കടന്നു വന്നത്. ഇതായിരുന്നു ഇവരുടെ ഒന്നാമത്തെ വാദം. സ്വഹാബികളുടെ പേരിൽ കുഫ്ർ അവരെ ആരോപിച്ചു, അവര് കാഫിറുകളായി പോയി എന്നതാണ് ഖവാരിജികൾ വാദിച്ചത്. രണ്ടാമത് ഖവാരിജികളുടെ പ്രധാനപ്പെട്ട ഒരു വാദം, വൻ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരെ കാഫിറുകളായി തീരും, അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും. ഇതായിരുന്നു ഖവാരിജികളുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഒരുപാട് വാദങ്ങൾ ഖവാരിജികൾക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാദങ്ങൾ ഇതായിരുന്നു. ഈ രണ്ടാമത്തെ വാദം എന്തായിരുന്നു? രണ്ടാമത്തെ വാദത്തിന്റെ അടിസ്ഥാനം, കബായിറുകൾ ചെയ്യുന്ന, വൻ പാപങ്ങൾ ചെയ്യുന്ന മുസ്ലിങ്ങൾ കാഫിറുകളായി തീരും, അവർ നരകത്തിൽ ശാശ്വതരായി തീരും. ഈ രണ്ട് പ്രധാന വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഖവാരിജികൾ മുസ്ലിം ലോകത്ത് രൂപം കൊണ്ടത്. ഈ രണ്ട് വാദങ്ങളുടെയും അപകടം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഒന്ന്, സ്വഹാബികളെ മുഴുവനും കാഫിറുകളാക്കി, അവരിൽ കുഫ്ർ ആരോപിച്ചു. സ്വഹാബികളിൽ മാത്രമല്ല,
വൻ പാപങ്ങൾ ചെയ്യുന്നവർ കാഫിറുകളായിത്തീരും, അവർ നരകത്തിൽ ശാശ്വതരായിത്തീരും എന്നുള്ള വാദത്തിലൂടെ മുഴുവൻ മുസ്ലിങ്ങളുടെയും മേലിൽ ശിർക്ക് ആരോപിച്ചു. ആര്? ഖവാരിജികൾ ശിർക്ക് ആരോപിച്ചു. ഇങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാദം ഖവാരിജികൾക്ക് മുന്നോട്ട് വെക്കേണ്ടി വന്നു? അത് മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് നമ്മൾ വിഷയം പഠിക്കണം. ഈ കുഫറിന്റെ വാദം, സ്വഹാബികളെ കുഫർ ആരോപിക്കുന്ന ഈ വാദം, ലോകത്തുള്ള മുഅ്മിനീങ്ങളെ കുഫർ ആരോപിക്കുന്ന ഈ വാദം എന്തുകൊണ്ട് ഖവാരിജികൾക്ക് മുന്നോട്ട് വെക്കേണ്ടി വന്നു? അതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വാദം ഖവാരിജികൾ ഉയർത്തിക്കൊണ്ടുവന്ന സന്ദർഭത്തിൽ മുസ്ലിം ലോകത്തിന്റെ നിലപാടെന്തായിരുന്നു? മുസ്ലിം ലോകം സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? അതിനെ ശക്തമായി നേരിട്ടു. ആ വെല്ലുവിളികളെ ശക്തമായി നേരിടുകയാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖലീഫയാണ് ആ സന്ദർഭത്തിൽ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹാബികൾ ഈ വാദത്തെ, ഖവാരിജികളുടെ ഈ തലതിരിഞ്ഞ വാദത്തെ അതിശക്തമായി അവർ നേരിട്ടു. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു ഇവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങൾ നമുക്കറിയാം. ഏതാണ്ട് 12,000 ആളുകൾ ഈ ഖവാരിജികൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു അവരോട് നെഹ്റുവാൻ എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്തു. ഇത് മാത്രമല്ല, അദ്ദേഹം ചെയ്തത് ഈ ഖവാരിജികളുടെ തെറ്റായ വാദത്തെ അലി റളിയല്ലാഹു അൻഹു ഗണ്ണിച്ചു സമൂഹത്തിൽ. കാരണം അഹ്ലുസുന്നത്തിന്റെ ആദർശം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇൽമുള്ള അഹ്ലുസുന്നത്തിന്റെ ആദർശം പഠിച്ച ആളുകൾ സത്യം തുറന്നു പറയണം. ഇല്ലെങ്കിൽ എന്താകും? ആ സത്യം അവിടെ കുഴിച്ചു മൂടപ്പെടും. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു ഖവാരിജികളുടെ ഈ വാദത്തെ ശക്തമായി ഗണ്ണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖവാരിജികൾ ആയത്തോതി. അവരായത്തോതിയത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്താണ്. അദ്ദേഹം പറഞ്ഞു, കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാതിൽ. ഖവാരിജികൾ ഓതിയ ആയത്ത് അത് സത്യമാണ്, പക്ഷെ അതിന് തെറ്റായ വ്യാഖ്യാനം നൽകപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ മിമ്പറിൽ വെച്ചിട്ട്, ഖവാരിജികൾ ഓതിയ ആയത്ത് അത് സത്യമാണ്, ഖുർആനിന്റെ വചനമാണ്, പക്ഷെ അതിന് തെറ്റായ വ്യാഖ്യാനം നൽകപ്പെട്ടു, തെറ്റായ അർത്ഥം കൊടുക്കപ്പെട്ടു. ഇത് അലി റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, ഖവാരിജികൾ ഇങ്ങനൊരു വാദം മുന്നോട്ട് വെക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? അവർ മൻഹജിൽ നിന്ന് തെറ്റിപ്പോയി. എന്തായിരുന്നു മൻഹജ്? എന്തായിരുന്നു അഹ്ലുസുന്നത്തിന്റെ നിലപാട്? ആ അഹ്ലുസുന്നന്റെ നിലപാടിൽ നിന്ന്, ആ മൻഹജിൽ നിന്ന് ഖവാരിജികൾ മാറിയപ്പോൾ ഖവാരിജികൾ വ്യതിയാനം സംഭവിച്ച ഒരു കക്ഷിയായിട്ട് മുസ്ലിം ലോകത്ത് രൂപം കൊണ്ടു. എന്താണ് ഈ വിഷയത്തിലുള്ളത്? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്ത് ഖുർആനിലുണ്ട്. അതിന്റെ ഈ ആയത്തിന്റെ അർത്ഥം രണ്ടാളുകളെ വിധികർത്താക്കളാക്കാൻ പാടില്ല എന്നതാണ്. അങ്ങനെ ഒരു അർത്ഥം സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ? മൻഹജ് എന്താണ് എന്നുള്ളത് വേറെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് സലഫി മൻഹജ് എന്നുള്ളത്? ഖുർആനിന്റെ ഒരായത്തിന്, ഹദീസിന്റെ ഒരു ഹദീസിന് സ്വഹാബത്ത് എന്തർത്ഥം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു, സ്വഹാബികൾ അതിനെങ്ങനെ അമൽ ചെയ്തു, സ്വഹാബത്ത് അതിനെങ്ങനെ വിശദീകരിച്ചു, ആ സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിച്ച അഹ്ലുൽ ഇൽമിൽപ്പെട്ട അഹ്ലുസുന്നയുടെ ഇമാമികൾ അതെങ്ങനെ വിശദീകരിച്ചു, അതെങ്ങനെ മനസ്സിലാക്കി. ഇതാണ് മൻഹജ്. ഈ മൻഹജിൽ നിന്നും ഖവാരിജികൾ തെറ്റി. ഖവാരിജികൾ എങ്ങനെ തെറ്റി? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിച്ചു കൊടുത്ത ആയത്തിൽ രണ്ടുപേരെ വിധികർത്താക്കളാക്കുന്നത് ശിർക്കാണ്, കുഫ്റാണ് എന്നൊരർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. സ്വഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിൽ നിന്നും ആയത്തുകളും ഹദീസുകളും കേട്ട സ്വഹാബികളാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖവാരിജികൾ വളരെ അപകടം പിടിച്ച ഈ ഒരു വാദം മുന്നോട്ട് വെച്ചത്, അതിന്റെ പിന്നിൽ ഈ മൻഹജിൽ നിന്ന് അവര് വിഘടിച്ചുപോയി, അവര് പുറത്തുപോയി, അഹ്ലുസുന്നയുടെ നിലപാടിന് എതിരായ ഒരു നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. അവര് യുദ്ധം ചെയ്തു എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. ആരോട്? സ്വഹാബികളോട് യുദ്ധം ചെയ്തു. കാരണം ഖവാരിജികളുടെ വീക്ഷണത്തിൽ സ്വഹാബികൾ കുഫ്ർ ചെയ്ത ആൾക്കാരാണ്, അവര് കാഫിരീങ്ങളാണ്. വൻ പാപങ്ങൾ ചെയ്യുന്ന മുസ്ലിങ്ങൾ കാഫിരീങ്ങളാണ്, അവർ നരകത്തിൽ ശാശ്വതരാണ്. അതുകൊണ്ട് തന്നെ ഈ ഖവാരിജികളെ ഗണ്ണിക്കാനായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുന്നുണ്ട്. വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പാഠമാണ്.
അഹ്ലുസ് സുന്നത്തിനെതിരായിട്ടുള്ള വാദവുമായിട്ട് സലഫി പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ ലോകത്ത് കടന്നു വരുമ്പോൾ ഏത് രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ളതിന്റെ ചരിത്രത്തിൽ നിന്നുള്ള പാഠമാണ്. ഒടുവിൽ യുദ്ധമുണ്ടായി. യുദ്ധമുണ്ടാകാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, കുഫ്ർ; രണ്ട്, ഇരുരൂപത്തിലുള്ള ആരോപണങ്ങൾ; മൂന്ന്, സ്വഹാബികളെ പോലും ഇവര് കൊന്നു കളഞ്ഞിട്ടുണ്ടാര് ഖവാരിജികളായ ആളുകൾ. മഹാനായ ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുള്ളയെ ചരിത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഴുത്തിന് പിടിച്ചിട്ട് തല പിടിച്ചിട്ട് അറുത്തിട്ട് കൊന്നു ഖവാരിജികള്. അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ ആ വയറ് പിളർത്തി ആ കുട്ടിയെ കൊന്നു എന്നൊക്കെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ഇത്രത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ, മുസ്ലിം ലോകത്തിൽ നിന്ന് ആദ്യം വിഘടിച്ചുകൊണ്ട് അഹ്ലുസ് സുന്നയിൽ നിന്ന് വിഘടിച്ചു പോയ ഒന്നാമത്തെ ടീമാണ്, ഒന്നാമത്തെ ഗ്രൂപ്പാണ്. മൻഹജിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച അഹ്ലുസ് സുന്നയിൽ നിന്നും പുറത്തുപോയ ഒന്നാമത്തെ വിഭാഗമാണ് ഈ ഖവാരിജികൾ. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായ വിഷയം മനസ്സിലാക്കണം. ഖവാരിജികൾക്ക് സംഭവിച്ച അബദ്ധം മൻഹജിലെ പിഴവായിരുന്നു. ഈ മൻഹജിൽ അബദ്ധം വന്നപ്പോ സ്വഹാബികളുടെ പേരിൽ പോലും അവർ കുഫ്ർ ആരോപിച്ചുകൊണ്ട് കടന്നു വന്നു. മുസ്ലിങ്ങളുടെ പേരിൽ അവർ കുഫ്ർ ആരോപിച്ചു. പിന്നീട് ചരിത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഖവാരിജികൾ മുസ്ലിം ലോകത്തിന്റെ പുറത്തല്ല, മുസ്ലിം ലോകത്തിന്റെ ഉള്ളിലാണ്. ഈ 72 വിഭാഗമായി മുസ്ലിങ്ങൾ 73 ഭിന്നിക്കുമെന്ന് പറഞ്ഞു. 72 നരകത്തിൽ എന്ന് പറഞ്ഞു. ഈ 72ൽ ഒരു വിഭാഗമായിട്ടാണ് മുസ്ലിം ലോകം അഹ്ലുസ് സുന്നയുടെ ആളുകൾ ഖവാരിജികളെ എണ്ണിപ്പോന്നിട്ടുള്ളത്. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ട്? ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകത്തിന് കടുത്ത ദ്രോഹം അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധമുണ്ടായിട്ടുണ്ട്, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഖവാരിജികളെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. മതത്തിൽ നിന്ന് അവർ പുറത്തു പോകും. അത് സംബന്ധമായ ഹദീസുകൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഈ ഖവാരിജികളെ എന്ത് ചെയ്തിട്ടില്ല? തക്ഫീർ കൊണ്ട് മുസ്ലിം ലോകം വിധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഖവാരിജികളെപ്പോലും കാഫിറുകളാണ് എന്ന് മുസ്ലിം ലോകം വിധിച്ചിട്ടില്ല. ചരിത്രപരമായി കൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ 4ാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഈ രൂപത്തിൽ പ്രതികരിച്ച, സ്വഹാബികളെ പോലും വധിച്ചു കളഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികൾ ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ ദുൽഹുവൈസിറയുടെ അനുയായികളിൽ നിന്ന്, ഇവന്റെ മുതുകിൽ നിന്നാണ് ഖവാരിജികൾ ഉണ്ടാകുന്ന ഒരു വിഭാഗം വരും. അവരാണ് ഖവാരിജികൾ. അവര് ഉള്ള കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യ സമൂഹത്തെ കൊല്ലുന്നത് പോലെ, വധിക്കുന്നത് പോലെ, അവർക്ക് നാശമുണ്ടാക്കിയതുപോലെ ഞാൻ അവർക്ക് നാശമുണ്ടാക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഖവാരിജികളെ മുസ്ലിം ലോകം എന്ത് ചെയ്തിട്ടില്ല? അവരെ കാഫിറുകളായി പ്രഖ്യാപിച്ചിട്ടില്ല, തക്ഫീർ കൊണ്ട് വിധിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഏറ്റവും സൂക്ഷ്മമായ നിലപാട് അതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ഏറ്റവും സൂക്ഷ്മമായ നിലപാട്. കാരണം ഒരു മനുഷ്യനെ കാഫിറാക്കുക എന്നുള്ളത് മഹാഗുരുതരമായ അപകടമായിട്ടാണ് ഇസ്ലാമിന്റെ ആദർശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രത്തോളം ദ്രോഹം ചെയ്ത, ഇത്രത്തോളം വെല്ലുവിളികൾ ഉണ്ടാക്കിയ, പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഖവാരിജികളെപ്പോലും മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടില്ല? കാഫിറുകൾ എന്ന് പറഞ്ഞിട്ടില്ല. അതായിരുന്നു അവരുടെ സൂക്ഷ്മത. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്കലാനി ഖവാരിജികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു. എന്താണ് അദ്ദേഹം ആ ചർച്ചയിൽ പറഞ്ഞത്? മുസ്ലിം ലോകത്തിന്റെ നിലപാടിനെ കുറിച്ചാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി പറഞ്ഞത്. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ മിൻഹാജുസ് സുന്ന എന്ന ഗ്രന്ഥത്തിലും ഈ കാര്യം പറഞ്ഞു. ഇബ്നു ഹജറുൽ അസ്കലാനി പറഞ്ഞത്, വദഹബ അക്സറു അഹ്ലുൽ ഉസൂൽ മിൻ അഹ്ലിസ് സുന്ന ഇലാ അന്നൽ ഖവാരിജ ഫുസാഖുൻ വഅന്ന ഹുക്മൽ ഇസ്ലാമി യജ്രി അലൈഹിം. അഹ്ലുസ് സുന്നയിലെ ഭൂരിഭാഗം ആളുകളും അവരഭിപ്രായപ്പെടുന്നത് എന്താണ്? ഖവാരിജികൾ ഫിസ്ക് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇസ്ലാമിന്റെ പുറത്തായിട്ട് എണ്ണിയിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അവരിൽ നടപ്പാക്കാം, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അവരിലൂടെ നടപ്പാക്കാം. അത് മുഖേനയാണ് അവർ വിധിക്കപ്പെടേണ്ടത് എന്ന് ഇബ്നു ഹജർ അസ്കലാനി പറയുന്നുണ്ട്.
മാത്രമല്ല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, എന്താ പറഞ്ഞത്? അന്ന സ്വഹാബത ലം യുകഫിറു അൽ ഖവാരിജ, സ്വഹാബികൾ ഖവാരിജുകളെ കാഫിറുകളാക്കിയിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിത ലോകത്ത് ഏറ്റവും സൂക്ഷ്മമായ നിലപാടാണ് ഈ പറയുന്നത്. ഇത്രത്തോളം അക്രമങ്ങൾ ചെയ്ത, മുസ്ലിം ലോകത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ സ്വഹാബികളെപ്പോലും കൊന്നുകളഞ്ഞ, അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്ത സ്വഹാബികളെ കാഫിറുകളാക്കിയ, വൻപാപം ചെയ്ത ആളുകൾ നരകത്തിൽ ശാശ്വതരാണെന്ന് പറഞ്ഞ ഖവാരിജുകളെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ നിലപാടെന്തായിരുന്നു? ആ നിലപാടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. അന്ന സ്വഹാബത ലം യുകഫിറു അൽ ഖവാരിജ, സ്വഹാബികൾ ആരും തന്നെ ഖവാരിജുകളെ കുഫ്ർ കൊണ്ട് വിധിച്ചിട്ടില്ല. അന്നഹും കാനൂ യുസല്ലൂന ഖൽഫഹും, സ്വഹാബികൾ അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നവർ പോലും ഉണ്ടായിരുന്നു. ഖവാരിജുകളുടെ പിന്നിൽ നമസ്കരിക്കുന്നവർ പോലും സ്വഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതൊരുപാട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണല്ലോ ഖവാരിജി എന്നൊരു പ്രശ്നം ഉണ്ടായത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, ആരെക്കുറിച്ച്? ഖവാരിജികളെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അകുഫാറുഹും, ഖവാരിജികൾ കാഫിറുകളാണോ? ഖവാരിജികൾ കാഫിറുകളാണോ? ആരെ പറ്റിയാ ചോദിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഖവാരിജികളെ പറ്റി. ആരോടാ ചോദിക്കുന്നത്? ആ ദുരന്തം, ആ പീഡനങ്ങൾ, ആ പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ച മഹാനായ സഹാബി അലി റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദിക്കുന്നത്. ആരെക്കുറിച്ച്? ഖവാരിജികളെ കുറിച്ച്. അവര് കാഫിര്യങ്ങളായിരുന്നോ? അവര് കാഫിറുകളാണോ? അദ്ദേഹത്തിന്റെ മറുപടി, മിനൽ കുഫ്രി ഫറൗ, കുഫറിൽ നിന്ന് അവർ പേടിച്ചോടുകയാണ് ചെയ്തത്. അത് പറഞ്ഞാൽ അവര് കാഫിര്യങ്ങളല്ല എന്നർത്ഥം, കുഫറിൽ നിന്ന് അവർ ഓടിയിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹത്തോട് ചോദിച്ചു, അവര് മുനാഫിക്കീങ്ങളാണോ? അദ്ദേഹത്തിന്റെ മറുപടി, മുനാഫിക്കീങ്ങളുമല്ല. കാരണം മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞത് ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, മുനാഫിക്കുകൾ അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ ഓർമ്മിക്കുകയില്ല എന്നാണല്ലോ. എന്നാൽ ഖവാരിജികൾ അങ്ങനെയല്ല, അതുകൊണ്ട് അവർ കപട വിശ്വാസികളുമല്ല. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ആ ചോദ്യകർത്താവ് ചോദിച്ചു, ഫമാഹും, അപ്പോൾ അവർ ആരാണ്? ആരാണ് ഖവാരിജികൾ? ഖവാരിജികളെ നമ്മൾ എന്തായിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്, മനസ്സിലാക്കേണ്ടത്? അവരിൽ കുഫ്ർ വിധിക്കാൻ പാടില്ല. അവര് കാഫിരീങ്ങളല്ല, അവര് കപട വിശ്വാസികളല്ല. ആ സന്ദർഭത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖവാരിജികൾ ആരാണ്? ഖൗമുൻ അസാബത്തുഹും ഫിത്ന ഫഅമൗ, അത് അവരൊരു ജനതയാണ്, അവർക്കൊരു ഫിത്ന ബാധിച്ചു, അതിലവർ അന്ധരായി, മൻഹജിൽ നിന്ന് പുറത്തു ചാടി, അങ്ങനെ സ്വഹാബികളെ കാഫിറാക്കി. മറ്റൊരു റിവായത്തിൽ കാണാം, ഖൗം ഇഖ്വാനുന, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, ബാവു അലൈന, അവർ നമ്മുടെ മേൽ അതിരി കവിഞ്ഞിരിക്കുന്നു, മൻഹജിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരിക. ഇങ്ങനെ ഖവാരിജികൾ ഒരു പുതിയ വാദവുമായി, ഒരു പുതിയ വാദവുമായി കടന്നു വന്നപ്പോ ഏറ്റെടുത്തു, പ്രമാണബദ്ധമായി അതിന് മറുപടി പറഞ്ഞു, അഹ്ലുസുന്നയുടെ ആദർശം സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി നിങ്ങൾ ഒരല്പം കൂടി പുറകോട്ട് പോരുക. അലി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം പിന്നീട് മുസ്ലിം ലോകത്ത് ഭരിക്കുന്നത് ബനു ഉമയ്യക്കാരാണ്, അമവികളാണ് ഭരിക്കുന്നത്. ഈ അമവികളുടെ കാലഘട്ടം ഞാനതിൽ ഓരോന്നും എടുത്ത് വിശദീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട ചില കൊണ്ടുപോവുകയാണ്. പിന്നീട് മുസ്ലിം ലോകം ഭരിക്കുന്നത് പിന്നീട് ബനുൽ അബ്ബാസ്, അബ്ബാസികളാണ് ഭരിക്കുന്നത്. ഈ അബ്ബാസികളുടെ ചരിത്രത്തെ രണ്ട് ഘട്ടമായി ചരിത്ര പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ. ഈ അബ്ബാസി ഖലീഫമാരിൽ ഒരാളായിരുന്നു ഖലീഫ മഅ്മൂൻ. ആ പേര് ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മഅ്മൂൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ായിക്കൊണ്ട് ഒരുപാട് ബിദഈ കക്ഷികൾ മുസ്ലിം ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ മൻഹജിൽ നിന്ന് തെറ്റിക്കൊണ്ട്
ഒരുപാട് ഗ്രൂപ്പ്, അതിന്റെ ഒരു അവാന്തര വിഭാഗമെന്നോ പിന്നെ ഈ ഖലീഫ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മുഅ്തസിലികൾ അദ്ദേഹം പറയുന്ന ക്രമങ്ങളാൽ ബുദ്ധിക്ക് അവർ പ്രാധാന്യം കൊടുക്കും. പ്രമാണങ്ങളിൽ ഒരു അവരുടെ ബുദ്ധിക്ക് യോജിച്ചിട്ടില്ലെങ്കിൽ അത് അവർ സ്വീകരിക്കില്ല. മുഅ്തസിലികളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ വിശദീകരിക്കും. ഞാൻ പറയുന്നത്, ഈ മുഅ്തസിലികൾ ആരെ സ്വാധീനിച്ചു? മഅ്മൂനിനെ സ്വാധീനിച്ചു. മഅ്മൂനിനെ സ്വാധീനിച്ചിട്ട് മുഅ്തസിലത്തിന്റെ അഹ്ലുസുന്നത്തിനെതിരായ നിലപാടുകൾ മഅ്മൂനിൽ കുത്തിവെപ്പിച്ചു, ബ്രെയിൻ വാഷ് ചെയ്തു. ആരെ? അന്നത്തെ ഖലീഫ മഅ്മൂനിനെ. അങ്ങനെ അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. കുറേ ചോദ്യം ഇവിടെ എഴുതി കിട്ടിയിട്ടുണ്ട്. അറിയണേന് ഞാൻ മറുപടി അറിയാത്ത അറിയില്ല എന്ന് പറയും. കാരണം അത് എല്ലാ വിഷയവും ജിന്നും സീറോറ്റ് ബന്ധപ്പെട്ടൊക്കെ കലക്കി കുടിച്ച് ആയത്തുകളോ ദിക്റുകളോ ഉണ്ടോ? ഇല്ല. എല്ലാ ആയത്തും ഓതാം. പ്രത്യേകിച്ച് ജിന്നിന് ശൈത്താന് പ്രകോപനം ഉണ്ടാക്കുന്ന ആയത്തുൽ കുർസി, പിന്നെ നമ്മളെ മുഅവ്വദാത്ത്, ഖുലുല്ലാഹദ്, ഖുലൗദ് റബ്ബിൽ ഫലഖ്, ഖുലൗദ് റബ്ബിൻ നാസ്. അത് എപ്പോഴും നമ്മൾ സ്വന്തം തന്നെ എല്ലാ ദിവസവും റുഖിയ ചെയ്യണ്ടേ നമുക്ക് രാത്രി കിടക്കുമ്പോ, അല്ലേ? കൈ ഉയർത്തി ഒന്നെടുത്തിട്ട് കൈ പിന്നെ പരത്തി പിടിച്ചിട്ട് ഓതി ഊതി തടവി കിടക്കുന്നുണ്ട്, അല്ലേ? ഇങ്ങനെ മുഖത്ത് തടവി, പിന്നെ തല തടവി, പിന്നെ ഇടതുകൈ വലത് കൈ, വലതുകൈ ഇടത് കൈ, പിന്നെ കൈയെത്താവുന്നിടത്തൊക്കെ, അല്ലേ? ഇതുപോലെ നമുക്ക് ഊതുകയും തടവി കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ വാദം മുഅ്തസിലത്ത് കൊണ്ടുവരുന്നത് ഈ മൻഹജിൽ നിന്ന് ഭിന്നിച്ചുകൊണ്ടാണ്. അതുവരെ ഖുർആൻ സൃഷ്ടിയാണെന്ന ഒരു വാദം മുസ്ലിം ലോകത്തായിട്ട് ഖുർആനികൾ കൊണ്ടുവന്നു. അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിൽ അത് അടിച്ചേൽപ്പിച്ചു. ഈ ഘട്ടത്തിൽ നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ എന്ത് ചെയ്തു? അതാണ് പ്രശ്നം. അവരെ ഒളിച്ചോടിയില്ല. അവർക്കൊന്നില്ല. ആ വെല്ലുവിളികളെ ഏറ്റെടുത്തു. അവര് വീണ്ടും ഇതിൽ പല ആളുകളും കൊല്ലപ്പെട്ടു. മഅ്മൂനിന്റെ കാലഘട്ടത്തിൽ ഈ വാദത്തിൽ നിന്ന് എല്ലാവരും പിന്മാറി. അഹ്മദ് ബിൻ ഹംബലിന്റെ കൂടെ ഉണ്ട്. അദ്ദേഹവും മരിക്കുകയാണ്. അങ്ങനെ അഹ്മദ് ബിൻ ഹംബലിനെ കൊണ്ടുപോവുകയാണ് ഇവിടേക്ക്, ഖലീഫ മഅ്മൂനിന്റെ അടുത്തേക്ക്. അദ്ദേഹത്തെ ഹാജരാക്കാനുള്ള കൽപ്പന വന്നു. അങ്ങനെ ഖലീഫ മഅ്മൂനിന്റെ അടുത്തേക്ക് ആരെ കൊണ്ടുപോവുകയാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊണ്ടുപോവുകയാണ്. അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളും പീഡനങ്ങളും പ്രതിസന്ധികളും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വണ്ണം നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ
കൊണ്ടുപോകുന്നത് ഒരു കുതിരപ്പുറത്താണ്. കൈകളിലും കാലുകളിലും ചെങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത്, എന്റെ ശരീരത്തെക്കാൾ ഭാരമുണ്ടായിരുന്നു എന്നെ ബന്ധിച്ചിരുന്ന ചെങ്ങലകൾക്ക് എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തെ കുതിരപ്പുറത്തേക്ക് വലിച്ചു കയറ്റി ശരിക്കൊന്ന് പിടിച്ചിരിക്കാൻ പോലും കഴിയുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മുറുകെ എന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ കുതിരയെ തെളിച്ചു കൊണ്ടുപോകുന്ന ആൾ അതിനെ വേഗത്തിൽ തെളിക്കുമെന്തിന് അഹമ്മദ് ബിൻ ഹംബലിനെ നിലത്ത് വീഴ്ത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചരിത്രത്തിൽ ഈ ഒരു മഹാനായ പണ്ഡിതൻ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാവരും എതിരായി. അധികാരി മഅ്മൂനെതിരാണ്, അദ്ദേഹത്തിന്റെ മന്ത്രിമാരെതിരാണ്, മുഅ്തസിലത്തിന്റെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ മഅ്മൂനിന്റെ മുന്നിൽ ഹാജരാക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞ കാര്യം ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും ഖുർആൻ സൃഷ്ടിയാണ് എന്ന് നിർബന്ധിതമായിട്ട് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് മഅ്മൂൻ. ആളുകളെ കൊണ്ട് അത് ധരിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് അയാൾ പറയുന്നത്, താങ്കൾ ഇന്ന് അഹ്ലുസുന്നയുടെ ഇമാമാണ്, താങ്കളാണ് ഇന്ന് അഹ്ലുസുന്നയുടെ നേതാവ്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം താങ്കൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുത്. താങ്കളും അത് അംഗീകരിച്ചു കൊടുത്താൽ ഈ സത്യം പറയാൻ, അഹ്ലുസുന്നയുടെ ആദർശം പ്രഖ്യാപിക്കാൻ, ജനങ്ങളെ അഹ്ലുസുന്നത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആരും ഈ ലോകത്തുണ്ടാവില്ല. താങ്കൾ അതിന് ഉത്തരം കൊടുത്താൽ, ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം താങ്കളും ഉന്നയിക്കുകയാണെങ്കിൽ ഈ മുഴുവൻ മനുഷ്യരും വരാറത്തിലേക്ക് പോകും. അതായിരിക്കും അതിന്റെ പരിണിത ഫലം. അതുകൊണ്ട് താങ്കൾ ഉറച്ചു നിൽക്കണം, താങ്കൾക്ക് അല്ലാഹു സ്വർഗം നൽകും എന്ന് ആ മനുഷ്യൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയാണ്. അങ്ങനെ മഅ്മൂനിന്റെ മുന്നിലെത്തി. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരൻ പറഞ്ഞു, എന്തായാലും ഈ ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും മഅ്മൂനിനെ വധിക്കും. അദ്ദേഹം വാള് ശരിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അള്ളാഹുവിനോട് അദ്ദേഹത്തിന്റെ ആ ദയനീയമായ സ്ഥിതിയൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ആരെയാണ് ഭയപ്പെടുന്നത്? സത്യം തുറന്നു പറയാൻ ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? ഈ അഹ്ലുസുന്നത്തിന്റെ ആദർശത്തെ പ്രചരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്ക് പാഠമാകണം. അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. എന്താ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? സയ്യിദി ഗർറഹിൽ മുഖഹാദൽ ഫാജിറ ഹത്താ തജ്റ അലാ ഉലൈക ബിൽദർബി വൽ ഖത്ൽ. അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? അള്ളാഹുവേ, നിന്റെ വിവേകം മൂലം ഈ തമ്മാടിയായ മനുഷ്യൻ അതിജയിച്ചിരിക്കുന്നു, അവനെ വഞ്ചിതനാക്കിയിരിക്കുന്നു. നിന്റെ അടിമകളെ അവൻ കൊന്നുകൊണ്ടിരിക്കുന്നു, ചാട്ടവാറടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഫഇന്നകുനിൽ ഖുർആനു കലാമുക ഗൈറ മഖ്ലൂഖിൻ ഫഖ്ഫിനാ മുഅനതഹു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ, ഈ ഖുർആൻ നിന്റെ സൃഷ്ടിയല്ല, നിന്റെ കലാമാണെങ്കിൽ ഈ മഅ്മൂനിന്റെ ശർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഒരു രാത്രിയുടെ ഏതാണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രഭാതമാകുന്നതിന്റെ മുമ്പ് ഒരു വാർത്ത വന്നു, മഅ്മൂൻ മഅ്മൂൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത. മഅ്മൂൻ മരിച്ചു എന്നുള്ളതാണ്. പിന്നീട് മഅ്മൂനിന് ശേഷം അധികാരം അബ്ബാസിയ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് മുഅ്തസിം ബില്ലയാണ്. മുഅ്തസിമാണ് പിന്നീട് അധികാരം ഏറ്റെടുക്കുന്നത്. മഅ്മൂനിനെ പോലെ തന്നെ അദ്ദേഹം ക്രൂരമായി പീഡിപ്പിച്ചു. ആരെ? പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ അദ്ദേഹം ബന്ധിതനാക്കി കൊണ്ടുവന്നു. റമദാനിലായിരുന്നു. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എത്ര ദിവസത്തോളം, ഏതാണ്ട് 2.5 വർഷത്തോളം, 2-3 കൊല്ലത്തോളം, 28 മാസത്തോളം അഹ്മദ് ബിൻ ഹംബലിനെ ജയിലിലടച്ചു. ആര്? അന്നത്തെ ഖലീഫ മുഅ്തസിം ബില്ല. 28 മാസത്തോളം ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ജയിലിലടച്ചു. എന്തിന്? ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം അംഗീകരിക്കാത്തത് കൊണ്ട്, മൻഹജിനെതിരായ ആ വാദം അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രം അദ്ദേഹം പീഡിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ പഠിക്കണം ചരിത്രം. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അഹ്ലുസുന്നയുടെ ആദർശത്തിന് വേണ്ടി ജീവിക്കുകയാണ് അദ്ദേഹം. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ എന്ത് ചെയ്തു? മുഅ്തസിം 128 മാസത്തോളം ജയിലിലടച്ചു. അവിടെയുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ജയിലിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നീട്
വാദപ്രതിവാദമാണ് നടക്കുന്നത്. എന്ത് വിഷയത്തിൽ? ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം മുഅ്തസിലിയും ആ മുഅ്തസിലികളായ പണ്ഡിതന്മാരും, മറുഭാഗത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒറ്റയ്ക്ക് വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തെളിവുദ്ധരിച്ചുകൊണ്ട് അതിനെ ഗണ്ണിക്കുന്നു. ഖുർആനും സുന്നത്തിൽ നിന്നും വല്ല തെളിവും തന്നാൽ ഇത് ഞാൻ അംഗീകരിക്കുമെന്ന് പറയുന്നു. ആ ഘട്ടത്തിൽ ഈ മുഅ്തസിലത്തിന്റെ വലിയൊരു നേതാവ് ഇബ്നു അബി ദുആദ് അയാൾ പറഞ്ഞു, അനക്ക് ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞാലും ഖുർആനും സുന്നത്തും അതിൽ തെളിവുണ്ടോ ഇതല്ലാതെ വേറൊന്നും നിനക്ക് പറയാനില്ലേ? അല്ലെ? ഇതാണ് സലഫിസം, ഇതാണ് മൻഹജ്. ഖുർആനും സുന്ന മനഹജ് സലഫ് തന്നെ. ഇത് അദ്ദേഹത്തോട് ചോദിച്ച സന്ദർഭത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? അതെ, ഖുർആനും സുന്നത്തും തന്നെ, ഇത് രണ്ടും കൊണ്ടല്ലാതെ ഇസ്ലാമിലെ നിലനിൽപ്പില്ലല്ലോ. അതുകൊണ്ട് തെളിവ് തന്നാൽ ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം ഞാൻ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര തന്നെ പീഡിപ്പിച്ചാലും ഈ വാദം ഞാൻ അംഗീകരിക്കാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മുഅ്തസിം ബില്ല എന്ത് ചെയ്തു അറിയോ? പുതിയൊരു ഓഫർ വെച്ചു കൊടുത്തു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫർ? അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞതറിയോ? യാ അഹ്മദ് അജിബ്നി ഇലാ ഹാദാ, അഹ്മദേ എന്റെ ഈ വാദം നീ സ്വീകരിക്കണം, എങ്കിൽ അജ്അലുക മിൻ ഖാസതി വമിമ്മൻ യതഉ ബിസാതി, എങ്കിൽ എന്റെ പ്രത്യേകമായ ആളുകളുടെ കൂട്ടത്തിൽ ഉന്നതമായ സ്ഥാനം ഞാൻ നിനക്ക് നൽകും, അധികാരം നൽകും. എന്റെ വിരിപ്പിൽ ചവിട്ടുന്നവരുടെ, എന്റെ മുഖറബീങ്ങളുടെ, എന്റെ അടുത്ത് സ്ഥാനമുള്ളവരുടെ, അധികാരമുള്ളവരുടെ, സ്വാധീനമുള്ളവരുടെ എന്റെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതമായ സ്ഥാനത്ത് നീ ഉണ്ടാവും. നീ എന്ത് ചെയ്താൽ മാത്രം മതി? ഇതിന് ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം അംഗീകരിച്ചാൽ മാത്രം മതി എന്നൊരു ഓഫർ ആര് മുന്നോട്ട് വെച്ചു? മുഅ്തസിം മുന്നോട്ട് വെക്കാൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുന്നിൽ ഈ ഓഫർ മുന്നോട്ട് വെച്ചു. ഞാനുണ്ടാവും, നിന്റെ കൂടെ ആളുകളുണ്ടാവും, സന്നാഹങ്ങൾ ഉണ്ടാകും, അധികാരമുണ്ടാകും, എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകും. നീ എന്ത് ചെയ്താൽ മതി? ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം അംഗീകരിച്ചാൽ മാത്രം മതി. ആ സന്ദർഭത്തിലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഞാനത് അംഗീകരിക്കൂല, ഖുർആൻ സൃഷ്ടിയല്ല, ആ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ സമർത്ഥിച്ചു. അങ്ങനെ മഅ്മൂനിന്റെ മുഅ്തസിമിന്റെ ഓർഡർ വന്നു അദ്ദേഹത്തെ ചാട്ട കൊണ്ടടിക്കാൻ, അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്നെ പറയുന്നു, രണ്ടാളുകൾ എന്റെ രണ്ട് സൈഡിൽ നിന്നു, എന്നിട്ട് ഒരാൾ ചാട്ട കൊണ്ടടിക്കും, നന്നായിട്ട് തന്നെ അടിക്കും. രണ്ട് ചാട്ട രണ്ടുപേരുടെയും കൈകളിൽ ഉണ്ടായിരുന്നു. എന്നെ അടിക്കും, എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിക്കും, ഞാൻ ബോധം കെട്ട് നിലത്ത് വീഴും. ബോധം തെളിയുമ്പോ മുഅ്തസിം ചോദിക്കും, ഈ വാദം നീ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ പറയും, ഞാനത് അംഗീകരിക്കില്ല. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. വീണ്ടും അടി കിട്ടും. വീണ്ടും അദ്ദേഹം പറയുന്നു, എന്റെ ബോധം പോകും. ബോധം തെളിയുമ്പോ വീണ്ടും മുഅ്തസിം ഇത് ചോദിക്കും, അടി കിട്ടും, ബോധം പോകും. എന്നിട്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നു, രക്തമൊലിപ്പിച്ച് ബോധരഹിതനായി അദ്ദേഹം കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു പുതപ്പിട്ട് അദ്ദേഹത്തിന്റെ ശരീരം മൂടിയിട്ട് അതിന്മേൽ ആ ശരീരത്തിലൂടെ ചാടിക്കളിക്കാറുണ്ടായിരുന്നു മുഅ്തസിലിയാക്കൾ. അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇങ്ങനെ അടിച്ച സന്ദർഭത്തിൽ രക്തമൊലിച്ചു, അദ്ദേഹം നിസ്കരിച്ച സന്ദർഭത്തിൽ മുഅ്തസിലിയാക്കൾ അദ്ദേഹത്തെ പരിഹസിക്കാണ്. രക്തം ഉണ്ടായിരിക്കാൻ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പരിഹസിച്ചപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി, എന്നേക്കാൾ മഹാന്മാരായ ഉമർ റളിയല്ലാഹു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഉസ്മാൻ റളിയല്ലാഹു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒരു മെമ്പറാണ്, അഹ്ലുസുന്നയിൽ അംഗമാണ് ഞാൻ, അതിനെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന രംഗങ്ങൾ ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. ഇതാണ് അഹ്ലുസുന്ന. ആദർശത്തിനു വേണ്ടി ആരുടെ മുന്നിലും തലവെച്ചു കൊടുക്കാൻ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സന്നദ്ധരായിട്ടില്ല. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിന് നൽകപ്പെട്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെക്കപ്പെട്ടത്. ഇതൊന്നും ഭൗതികമായ ഒന്നും ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആഗ്രഹിച്ചില്ല. മറിച്ച് അഹ്ലുസുന്നത്തിന്റെ വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഖുർആൻ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അബ്ബാസി ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് വാസിഖ് ബില്ലയാണ്, അടുത്ത ഖലീഫ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. വാസിഖ് ബില്ലയുടെ കാലഘട്ടത്തിലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇതേപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചരിത്രത്തിന്റെ
ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇത് മാത്രം ഒരു വിഷയമായിട്ട് നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. വാസിഖ് ബില്ലയുടെ കാലഘട്ടത്തിൽ അഹ്മദ് ബിൻ ഹംബൽ പീഡിപ്പിക്കപ്പെട്ടു. ഇതേപോലെ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നു. പിന്നീട് അബ്ബാസി ഖിലാഫത്തിന്റെ രണ്ടാം ഘട്ടം, അതിൽ മുത്തവക്കിൽ അധികാരം ഏറ്റെടുത്തു. അദ്ദേഹം സലഫി മൻഹജും അഖീദയും അംഗീകരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം മുഅ്തസിലികളെ ശക്തമായി എതിർത്തുകൊണ്ട് ഖുർആൻ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്, കലാമാണ്, സിഫത്താണ് എന്നുള്ള അഹ്ലുസുന്നയുടെ ആദർശം ആര് പ്രചരിപ്പിച്ചു? ഈ മുത്തവക്കിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് സ്ഥാനമാനങ്ങൾ കൊടുത്തു. അദ്ദേഹത്തെ ആദരിച്ചു. പണ്ഡിതൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആദരവ് കൊടുത്തു. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം. ഇവിടെ നമുക്ക് പാഠമാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അഹ്ലുസുന്നയുടെ ആദർശം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുൻഗാമികൾ ഏറ്റുവാങ്ങിയ ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ ഇത് എത്രത്തോളം ഉണ്ട്. എന്തുകൊണ്ട് അവർ ഉറച്ചു നിന്നു? ഈ മൻഹജിലും ഈ ഉസൂലിലും ഈ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശവും അംഗീകരിച്ചെങ്കിലേ നാളെ പരലോകത്തിൽ രക്ഷ കിട്ടുള്ളൂ, നാളെ ആഖിറത്തിൽ രക്ഷ കിട്ടുള്ളൂ. അതുകൊണ്ട് അവര് സത്യത്തിന്റെ കൂടെ നിന്നു, സത്യത്തിന്റെ കൂടെ ഉറച്ചു നിന്നു. സത്യം പറയുന്ന ആളുകളുടെ പിന്നിൽ നിന്നു. അത് ഉറക്കെ പറഞ്ഞു. ഖുർആനും സുന്നത്തും പ്രചരിപ്പിച്ചു. അഹ്ലുസുന്നയുടെ ആദർശം പ്രചരിപ്പിച്ചു. ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തി. ആര് രേഖപ്പെടുത്തി? ലോകത്തുള്ള അഹ്ലുസുന്നയുടെ അഹ്ലുൽഇൽമിന്റെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ഇമാമുസ്സുന്ന. ഇമാമുസ്സുന്ന എന്ന് പറഞ്ഞ ഏത് സുന്നത്ത? ചെയ്താൽ കൂലുണ്ട്, ഉപേക്ഷിച്ചാൽ തെറ്റൊന്നുമില്ലാത്ത സുന്നത്തല്ല. മറിച്ച് എന്താ? അഹ്മദ് ബിൻ ഹംബൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് എല്ലാ ബിദ്അത്തുകളും മൂർത്തരൂപം കൊള്ളുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ഖവാരിജികളുണ്ട്, അന്ന് റാഫിദാക്കളുണ്ട്, അന്ന് പിന്നെ ഖദരിയത്തുണ്ട്, ജഹ്മിയത്തുണ്ട്, മുർജിയത്തുണ്ട്, മുഅ്തസിലത്തുണ്ട്. ഇതെല്ലാം തവാന്ത വിഭാഗങ്ങൾ ഉണ്ടാകുമ്പോ ഇവരുടെ എല്ലാം മുന്നിൽ ഒറ്റക്ക് അഹ്ലുസുന്നത്തിന്റെ ആദർശം പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും യാതൊരുവിധ വെല്ലുവിളികൾക്കും മുന്നിൽ മുട്ടുകുത്താതെ ഈ സത്യം തുറന്നു പറഞ്ഞു എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ ഇമാമുസ്സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റുള്ള ഇമാമിങ്ങളൊക്കെ അറിയപ്പെടുന്നത് എങ്ങനെ? 4 മദ്ഹബിന്റെ ഇമാമുകൾ എന്നുള്ള രൂപത്തിലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിലൊരാളാണെങ്കിലും ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ലോകത്തുള്ള സ്ഥാനം എന്താ? ഇമാമുസ്സുന്ന. ഏതാ ഇമാമുസ്സുന്ന? ഇതാണ് സുന്നത്ത്. അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിന് വേണ്ടി നിലകൊണ്ടു, അത് പ്രചരിപ്പിച്ചു, ആ മാർഗത്തിൽ ത്യാഗങ്ങൾ നേരിട്ടു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ഇമാമുസ്സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെ? മദ്ഹബിന്റെ ഇമാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് ഈ രൂപത്തിലാണ്. ഇത്ര വലുതായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ലോകത്തുള്ള സ്ഥാനം. മാത്രമല്ല പല പണ്ഡിതന്മാരും അദ്ദേഹത്തെ കുറിച്ച് വല്ലാതെ പറഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ത്യാഗ മനസ്ഥിതി. യഹ്യ ബിൻ മഈൻ എന്നുള്ള പ്രഗത്ഭനായ ആള് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് പറഞ്ഞു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജീവിച്ച പോലെ ഒരു 3 ദിവസം പോലും ജീവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ലല്ലോ. അത്രത്തോളം വലിയ പീഡനങ്ങളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഏറ്റുവാങ്ങിയത്. അതേപോലെ തന്നെ അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അഹ്ലുസുന്നന്റെ ഇമാമികളാണ്, പണ്ഡിതന്മാരാണ്, മുഹദ്ദിസീങ്ങളാണ്. ലോകത്തുള്ള മുഹദ്ദിസീങ്ങളും അഹ്ലുൽ ഇൽമിന്റെ ആളുകളും അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളുമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് ഈ പറയുന്നത്. അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇസ്രായേലിൽ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരു പ്രവാചകനായി നിയോഗിക്കപ്പെടുക പോലും ചെയ്യുമായിരുന്നു. അത് പറഞ്ഞാൽ ഇത്രത്തോളം ത്യാഗങ്ങള്, പ്രയാസങ്ങള് ഈ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വഹിച്ചു എന്നർത്ഥം. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥമാണ് മുസ്നദ് ഇമാം അഹ്മദ്. അഖീദയുടെ ഗ്രന്ഥങ്ങളുണ്ട്. ഇത്രത്തോളം വലിയ ഒരു ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഈ രൂപത്തിലാണ് അഹ്ലുസുന്നത്തിന്റെ ആദർശം പറയാനും അത് പ്രചരിപ്പിക്കാനും സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത്. അപ്പോ ഈ ഖുർആൻ സൃഷ്ടിയാണോ അല്ല എന്ന വാദം ഇത് ചരിത്രത്തിൽ മിഹിന എന്നുള്ള പേരിൽ വളരെ പ്രസിദ്ധമാണ്. ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ. അതേപോലെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ക്ഷമിച്ചത്, ത്യാഗങ്ങൾ സഹിച്ചത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇത്രത്തോളം കറകളഞ്ഞ, തൗഹീദും ശിർക്കും പഠിപ്പിച്ച, അഖീദ പഠിപ്പിച്ച,
ഹദീസുകളെ കുറിച്ച് പഠിപ്പിച്ച, അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിന് വേണ്ടി ഒറ്റയാൾ പട്ടാളമായി നിലകൊണ്ട ആളാണ് മഹാനായ വ്യക്തിത്വമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ ഇത് ചരിത്രത്തിൽ നിന്നുള്ള നമുക്ക് പാഠമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇനിയും ചരിത്രത്തിലൂടെ നമ്മൾ പരതുമ്പോ ഇത്തരത്തിലുള്ള നമുക്ക് പാഠമാകേണ്ട, നമുക്ക് ഊർജം നൽകേണ്ട, നമുക്ക് ചൈതന്യം നൽകേണ്ട ഒരുപാട് ചരിത്ര പാഠങ്ങൾ നമ്മുടെ താരീഖിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശം മാത്രമാണ് സത്യം. ഈ ആദർശം എന്നുള്ളത് ഇതൊരു നിലപാടാണ്. സലഫിസം എന്നത് ഒരു മദ്ഹബല്ല. സലഫിസം എന്നത് ഒരു മദ്ഹബല്ല. സലഫിസം എന്നത് ഒരു നിലപാടാണ്. ഒരു നിലപാടിന്റെ പേരാണ് സലഫിസം. എന്ത് നിലപാട്? മൻഹജ് സലഫ്. സലഫിന്റെ മൻഹജ് സ്വീകരിക്കുന്ന, ആ രീതിശാസ്ത്രം അംഗീകരിക്കുന്ന ആളുകൾ, ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ എന്നതാണ് സലഫികൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനുണ്ട്, ഹദീസുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഖുർആനും ഹദീസും. പക്ഷെ സലഫികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആയത്തിന് അർത്ഥം പറയുമ്പോ, ഒരു ഹദീസിനെ വിശദീകരിക്കുമ്പോ സ്വഹാബത്ത് എങ്ങനെ പറഞ്ഞു, താബീങ്ങൾ അതെങ്ങനെ പറഞ്ഞു, തബഉ താബീങ്ങൾ എങ്ങനെ പറഞ്ഞു, അതിനുശേഷം പിന്നെ സ്വീകരിക്കേണ്ടത് എന്താ? അതിനുശേഷം പിന്നീട് നമ്മൾ ഒന്നുണ്ടാക്കാനാണോ? നമ്മൾ മീറ്റിംഗ് കൂടിയിട്ട് വേറൊന്നുണ്ടാക്കാനാണോ? അല്ല. ഒന്ന് സ്വഹാബത്ത്, പിന്നീട് താബീങ്ങൾ, അവരെ പിൻപറ്റി ജീവിച്ച തബഉ താബീങ്ങൾ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഓരോ തലമുറയിലും ഈ മൻഹജും ഈ ഉസൂലും അനുസരിച്ച് ജീവിക്കുന്ന അഹ്ലുൽ ഇൽമിൽപ്പെട്ട പണ്ഡിതന്മാർ അവര് സലഫികളാണ്. അഹ്ലുൽ ഇൽമിൽപ്പെട്ട, ഖുർആനിനും സുന്നത്തിനും എതിരെ പറയാത്ത ആ തെളിവുകൾ, എതിരാകാത്ത ആ തെളിവുകൾ. അവിടെ നമ്മൾ എന്താ നോക്കുക? മൻഹജും ഉസൂലും ശരിയാണോ നോക്കും. മസ്അലകളിൽ തെറ്റുണ്ടാകും, അതിൽ ചിലപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ മൻഹജിലും ഉസൂലും ഒന്നാണോ? അവരെ നമ്മൾ അംഗീകരിക്കും, അവരെ നമ്മൾ ചീത്ത പറയില്ല, അവരെ നമ്മൾ പരിഹസിക്കൂല, അവരൊക്കെ നമ്മുടെ ഇമാമിയങ്ങളായിട്ട് പരിഗണിക്കും. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അത് ഖുറാഫികളുടെ ഇമാമിയങ്ങളല്ല, അത് നമ്മുടെ ഇമാമിയങ്ങളാണ്, സലഫികളുടെ ഇമാമിയങ്ങളാണ്. അവരെ തള്ളിക്കളയണമെന്നോ? 4 മദ്ഹബിന്റെ ഇമാമുകളെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ എന്താ അറിയോ? മദ്ഹബിന്റെ ഇമാമുകളെ കളിയാക്കുന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ അതൊന്ന് വിശദീകരിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണെന്നുള്ള സംഗതികളെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ ആദർശം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശം, അത് സലഫ് സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയ പോലെ, പഠിപ്പിച്ച പോലെ, ഗ്രഹിച്ച പോലെ, അവരെ അമല് ചെയ്തതുപോലെ അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും നമ്മൾ സന്നദ്ധരാവണം. സത്യത്തിന്റെ കൂടെ സത്യം പ്രചരിപ്പിക്കാൻ നമ്മൾ ഉണ്ടാകണം. മറ്റൊന്നും ഭൗതികമായ യാതൊരു താല്പര്യവും ഒരിക്കലും നമ്മുടെ പിന്നിൽ ഉണ്ടായിക്കൂടാ. ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഹക്ക് മാത്രം. നാളെ പരലോകത്ത്, നാളെ ആഖിറത്തിൽ ഒരാളും എന്റെ കൂടെ ഉണ്ടാവില്ല. എന്റെ കൂട്ടുകാരോ, എന്റെ സുഹൃത്തുക്കളോ, എന്റെ സംഘടനയോ, ഞാൻ സ്നേഹിക്കുന്ന ആളോ, എന്റെ വാപ്പ, എന്റെ ഉമ്മ, ആരും എന്റെ കൂടെ ഉണ്ടാവില്ല. ഒരിക്കലും പിന്നെ കള്ളപ്രവാചകത്വം വാദിച്ച ഒരാളായിരുന്ന മുസൈലിമ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മുസൈലിമ ഉണ്ട്. എന്നിട്ട് നബിനോട് പോയിട്ട് അധികാരം ചോദിക്കുന്നുണ്ട് ആര്? മുസൈലിമ. അത് ഭയങ്കര രസമുള്ള ഒരു സംഗതിയാണ്, വളരെ വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്. നബിനോട് പറയുന്നുണ്ട് പകുതി എനിക്കും പകുതി എനിക്കും, നമുക്ക് രണ്ടാക്കും 50-50 ആക്കിയിട്ട് ഭരിക്കാന്നുള്ളത് മുസ്ലിം പോയിട്ട് പറയുന്നുണ്ട്. അല്ലാണ്ട് റസൂൽ ആട്ടി വിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് കള്ളപ്രവാചകത്വം വാദിച്ചിട്ട് വന്നു. ഇങ്ങനെയുള്ള ഈ പിന്നെ യമാമയിൽ കള്ളപ്രവാചകത്വം വാദിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് ആര്? മുസൈലിമത്തുൽ ഖദ്ദാബ്, റബിയ ഗോത്രക്കാരൻ. ഇതിലുള്ള ഒരു സംഭവം എന്താ അറിയോ? ഈ മുസൈലിമത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു, ഒരു മനുഷ്യൻ വന്നു, യമാമയിലേക്ക് വന്നിട്ട് മുസൈലിമയെ പറ്റി അയാൾ അന്വേഷിച്ചു. അതിനെ മുസൈലിമ ആ നാട്ടിൽ അന്വേഷിക്കുകയാണ്, എവിടെയാണ് മുസൈലിമ? അപ്പൊ ആ നാട്ടിലുള്ള മുസൈലിമക്ക് കുറെ ആൾക്കാരുണ്ടല്ലോ, ആ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞു റസൂലുള്ള. മുസൈലിമ എന്ന് ചോദിക്കുക, അള്ളാണ്ട് റസൂലാണത്, റസൂലുള്ള എന്ന് പറയാം. ആ വന്ന ആളെന്ത് പറഞ്ഞു? റസൂലാണോ അല്ലേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മുസൈലിമയെ കാണിച്ചു കൊടുത്തു. മുസൈലിമിന്റെ അടുത്ത് എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. എന്താ ചോദ്യം? അന്ത മുസൈലിമ, നീ മുസൈലിമയാണോ ചോദിച്ചു. ആ പ്രവാചകത്വം വാദിക്കുന്ന മുസൈലിമയാണോ? കാല. അയാൾ പറഞ്ഞു മൻ എഴുത്തീക്ക, ആരാണ് നിന്റെ അടുത്തേക്ക് വഹിയും കൊണ്ടുവരുന്നത്? ആരാണ് നിന്റെ അടുത്തേക്ക് വഹിയും കൊണ്ടുവരുന്നത്? മുസൈലിമയുടെ മറുപടി റിജുസുൻ, ശൈത്താനാണ്, പിശാച്ചാണ് എന്റെ അടുത്തേക്ക് വഹിയും കൊണ്ടുവരുന്നത്. എനിക്ക് വഹിയും കൊണ്ടുവരുന്നത് ശൈത്താനാണ്, പിശാച്ചാണ്. കാല.
അയാൾ ചോദിച്ചു അഫി നൂരിൻ ഔ ഫി ളുൽമ, പിന്നെ വെളിച്ചത്തിലാണോ രാത്രിയിലാണോ ഇരുട്ടിലാണോ നിനക്ക് ഇത് വരുന്നത്, വഹി വരുന്നത്? ഫഖാല ഫി ളുൽമ, എനിക്ക് രാത്രിയിലാണ് ഇത് വരുന്നത്. ആ സമയത്ത് ആ വന്ന മനുഷ്യന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനമാകരുത് നമ്മുടെ പ്രഖ്യാപനം. ആ മനുഷ്യന്റെ പ്രഖ്യാപനം എന്താണ് അറിയോ? ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു അഷ്ഹദു അന്നക കാദിബുൻ വഅന്ന മുഹമ്മദൻ സ്വാദിഖൻ. എന്താ പറയുന്നത്? അഷ്ഹദു, ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു, നീ കള്ളനാണ്, നീ കള്ളപ്രവാചകനാണ്, മുഹമ്മദ് സത്യവാനാണ്, മുഹമ്മദ് പ്രവാചകനാണ് എന്നിതാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. അവിടെ നിർത്തിയില്ല, എന്നിട്ട് മാറ്റി പറഞ്ഞു വലാകിൻ കദ്ദാബു റബിയ അഹബ്ബു ഇലൈനാ മിൻ സാദിഖി മുദർ. പക്ഷേ റബിയ ഗോത്രത്തിൽപ്പെട്ട കള്ളനായ നീയാണ് മുദർ ഗോത്രത്തിൽപ്പെട്ട സത്യസന്ധനായ മുഹമ്മദിനേക്കാൾ എനിക്കിഷ്ടം, ആ മുഹമ്മദിനെ പിൻപറ്റുന്നതിനേക്കാൾ ഞാൻ പിൻപറ്റുന്നത് നിന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. എന്താ അവിടെ നടന്നത്? സത്യം ബോധ്യപ്പെട്ടിട്ടും പക്ഷപാതിത്വം കൊണ്ട് അയാൾ സാക്ഷ്യം വഹിച്ചല്ലോ, മുഹമ്മദ് സത്യവാനായ പ്രവാചകനാണ്, നീ കള്ളനാണ്. പക്ഷെ റബിയ ഗോത്രത്തിലുള്ള ആളാണ് നീ എങ്കിൽ മുദർ ഗോത്രത്തിലുള്ള സത്യവാനായ മുഹമ്മദിനേക്കാൾ എനിക്ക് റബിയ ഗോത്രത്തിൽപ്പെട്ട കള്ളപ്രവാചകനായ നിന്നെ മതി, എനിക്ക് നിന്റെ കൂടെയാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോയത്. ഈ രൂപത്തിലാകരുത് നമ്മുടെ നിലപാടുകൾ. എന്നിട്ട് യമാമ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഈ മുസ്ലിമിന്റെ കൂടെ ഇയാളും കൊല്ലപ്പെട്ടു എന്നുള്ളതൊക്കെ ചരിത്രത്തിലുണ്ട്, വിദായ വന്നിഹായിലുണ്ട്, അതല്ലാത്ത ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഇതാണ് വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹക്ക് മനസ്സിലാക്കുക, പഠിക്കുക, ഇൽമുണ്ടാകണം, വിഷയങ്ങളെ കുറിച്ച് പഠിക്കണം. ഒരു വിഷയം ഉണ്ടാകുമ്പോ എന്താണ്, എങ്ങനെയാണ്, ആർക്കത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിലുള്ള സംഗതികൾ, അത് ലൈഫാണോ, അത് സഹീഹാണോ, ആർക്കത് സഹിയാക്കിയിട്ടുണ്ട്, ആർക്കത് ലൈഫാക്കിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് സഹാബികൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, താബീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, തബൂ താബീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അഹ്ലുൽ ഇൽമിൽപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ ഇമാമികൾ ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നോക്കിയിട്ട് വിഷയങ്ങൾ പഠിച്ചിട്ട് അഹ്ലുസുന്നന്റെ നിലപാട് എന്താണോ ആ നിലപാടിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, ആ സത്യത്തിന്റെ കൂടെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അഹ്ലുസുന്നത്തിന്റെ ആദർശം നമ്മൾ പ്രചരിപ്പിക്കുക, വിഷയങ്ങൾ പഠിക്കുക, ഇൽമ് നമ്മൾ ഉണ്ടാക്കണം, ഇൽമ് നമ്മൾ നേടണം, ആർജിക്കണം, ഖുർആനും സുന്നത്തും നന്നായിട്ട് പഠിക്കുക, സംശയങ്ങളുള്ളത് തീർക്കുക. ആ രൂപത്തിൽ ഈ സലഫി മനഹജനുസരിച്ച് ദഅവത്തുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും, അതിനെ നമ്മൾ അതിജീവിക്കുക, പ്രമാണങ്ങൾ കൊണ്ട് അവയെ നേരിടുക. അള്ളാഹു ഈ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദഅവത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഖുർആനും സുന്നത്തും സലഫുസ് സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.